ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما والذين يقولون യഥാർത്ഥ വിശ്വാസികൾ അല്ലാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കും, ദുആ ചെയ്യും. അല്ലാഹു തന്നെ പറയാ എങ്ങനെ ദുആ ചെയ്യും? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ. പടച്ച റബ്ബേ റബ്ബനാ, ഞങ്ങളുടെ സംരക്ഷക, ഞങ്ങളുടെ സംരക്ഷകനായ ഭാര്യ ഭർത്താവ് ഒരുമിച്ച് ധാരക്കാണ്. ഞങ്ങളുടെ സംരക്ഷകനായ അല്ലാഹുവേ, ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേ അല്ലാഹ്. നല്ല ദുആ പഠിച്ചു വെക്കണോ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരിലോ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഓമൽ കുസുമങ്ങളായ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളിലോ നീ കൺകുളിർമ നൽകണമേ അല്ലാഹ്. ചിന്തിക്കുക, സ്വന്തം ഭാര്യയെ നോക്കുമ്പോ കണ്ണിന് കുളിർമയുണ്ടോ? സ്വന്തം മക്കളെ കാണുമ്പോ കണ്ണിന് കുളിർമ വരുന്നുണ്ടോ? അതോ കണ്ണിന്റെ കരടാടാ, കണ്ണിന്റെ കരടുകളായി മാറിയിട്ടുണ്ടോ? ഭാര്യമാരെ കാണുമ്പോ കണ്ണിന്റെ കുളിർമയുണ്ടോ? എന്നിട്ട് ഇങ്ങനെ കൂടെ പ്രാർത്ഥിക്കണോ? ജഅൽനാ ലിൽമുത്തഖീന ഇമാമാ, ഞങ്ങളെ നീ മുത്തഖീങ്ങൾക്ക് മാതൃകയാക്കണമേ അല്ലാഹ്. ആർക്ക് മാതൃകയാക്കണം? ശ്രദ്ധിക്കണം കേട്ടോ, ആർക്ക് മാതൃകയാക്കണം? ഞങ്ങളെ മാതൃകാ ദമ്പതികളാക്കണമല്ല. റബ്ബിനോട് ദ്വാരക്കാണ്, ഞങ്ങളെ നീ മാതൃകാ ദമ്പതികളാക്കണം പടച്ചോനെ. ആർക്കാ? ലിൽമുത്തഖീന ഇമാമാ, മുത്തഖീങ്ങൾക്ക് നീ ഞങ്ങളെ മാതൃകാ ദമ്പതികളാക്കണോ? അപ്പൊ മുത്തഖീങ്ങളെക്കാൾ ഗ്രേഡ് കൂടിയ പവറാണ് കുടുംബ ബന്ധത്തിൽ, ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ നന്നായി വർദ്ധിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല. മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞ അമ്മാനെ പേടിച്ചു ഭയപ്പെട്ടു ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസി, അവർക്ക് മാതൃകയാക്കണമെന്നാണ് ഖുർആൻ. അല്ലാഹു തൗഫീഖാക്കി തരട്ടെ. അതാ ഞാൻ പറഞ്ഞത്, സ്വന്തം ഭാര്യയെ നോക്കുമ്പോ കണ്ണിന് കുളിർമ വരുന്നുണ്ടോ? മക്കളെ കാണുമ്പോ കണ്ണിന് കുളിർമ വരുന്നുണ്ടോ? അല്ലാഹു തൗഫീഖാക്കട്ടെ. മഹാനരായ സയ്യിദനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അലിയാര് തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യന്, മുഅ്മിനായ മനുഷ്യൻ അല്ലാഹു ദുനിയാവിൽ നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ ഒരു വലിയ സൗഭാഗ്യം അൽ മർഅതു സാലിഹ, നല്ല സാലിഹത്തായ, നല്ല സമൃദ്ധയായ സാലിഹത്തായ ഒരു പെണ്ണിനെ നിന്റെ ഭാര്യയായി ലഭിക്കലോ, അതിനോളം വലിയ സൗഭാഗ്യം വേറെ ഇല്ല എന്ന് ഓരോ ജീവിതത്തിൽ കാണുമ്പോൾ നമ്മൾ പറയേണ്ടി വരും. ആലോചിച്ച മതി, ഒരാളുടെ ജീവിതം അടങ്ങാറാകാൻ, ഒരാൾ പരാജയപ്പെട്ടു പോകാൻ, ഒരാൾ നന്നാകാൻ, ഇത് രണ്ടും പറ്റും. ഭാര്യ നന്നായാൽ, തെരഞ്ഞെടുപ്പ് നന്നായാൽ, സ്വന്തം തെരഞ്ഞെടുക്കുമ്പോഴും മക്കൾക്ക് തെരഞ്ഞെടുത്തു കൊടുക്കുമ്പോഴും ഈ കാര്യം ശ്രദ്ധിക്കണം. സ്വാലിഹത്താണോ ജീവിതം ബറക്കത്തുള്ളതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇല്ലേ പരാജയമാണ്. എത്രയോ അനുഭവങ്ങൾ
നമ്മുടെ ജമാഅത്തിൽ, നമ്മുടെ നാടുകളിൽ, നമ്മുടെ പ്രദേശങ്ങളിൽ നമുക്ക് പറയാനുണ്ട് ഇല്ലേ? അല്ലാഹു നമ്മുടെ മക്കളുമാരെയും ഭാര്യമാരെയും അല്ലാഹു കാണുമ്പോൾ നല്ല കണ്ണിന് കുളിർമ തരട്ടെ. നിക്കാഹിന്റെ സദസ്സിൽ ചെറുക്കന്റെ ഖതീബ് ഉസ്താദ് ഖുതുബ ഓതുമ്പോൾ സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. തുൻകഹുൽ മർഅതു ലിഅർബഇ മാലിഹാ വലിഹസബിഹാ വലിദീനിഹാ വലിജമാലിഹാ ഫദ്ഫർ ബിദാത്തിദ്ദീൻ. ഹദീസാ. എന്താ സാധാരണഗതിയിൽ കല്യാണം, ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് സാധാരണഗതിയിൽ 4 കാര്യങ്ങൾ നോക്കിയിട്ടാണ്. എന്തൊക്കെയാണ്? ഒന്ന് ആ പെണ്ണിന് സാമ്പത്തികമായി കുടുംബപരമായി എന്തെങ്കിലുമൊക്കെ ചില്ലറ കിട്ടാനുണ്ടോ, അതൊക്കെ പോകും അല്ലെ? സാധാരണ ഇങ്ങനെ നോക്കാറുണ്ട്. മാന്യമായ കുടുംബത്തിൽ പിറന്നവളാണോ, കുടുംബക്കാരിയാണോ എന്നും നോക്കാറുണ്ട് ചില ആളുകള്. ചിലർ സൗന്ദര്യം നോക്കോ, സൗന്ദര്യമുണ്ടോ, എല്ലാവർക്കും വേണോ, സൗന്ദര്യമുണ്ടോ നോക്കോ. ചില ആളുകള് വലിദീനിഹാ, ഒന്നും കെട്ടിയില്ലെങ്കിലോ പടച്ചറബേ, എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എന്റെ പ്രിയപ്പെട്ടവൻ അല്ലാഹ് നിന്നെ പാടിച്ചു ഭയപ്പെട്ടു ജീവിക്കുന്ന ഒരു സാലിഹത്തായ പെണ്ണാകണമല്ലാ. അപ്പൊ ദീന നോക്കൂ, മുത്തുനബി തങ്ങൾ ഇത് പറഞ്ഞ മസാലം പറയാണ്. അതുകൊണ്ട് ദീനുള്ള പെണ്ണിനെ നിങ്ങൾ തിരഞ്ഞെടുത്തോ മുഹമ്മദ് മുസ്തഫ. അപ്പൊ എല്ലാം കിട്ടോ, കണ്ണിന് കുളിർമ കിട്ടോ, അതിൽ ജനിക്കുന്ന മക്കളും കണ്ണിന് കുളിർമയുള്ള മക്കളാകും. അല്ലാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട ഇമാം ഖതീബ് സുബ്ബീനി അവിടുത്തെ മൗലിൽ മുഅ്താദിൽ ഈ ഹദീസ് വിശദീകരിച്ചിട്ട് പറഞ്ഞു, വൽ മുറാദ് ബിദ്ദീൻ, അല്ലാഹുവിന്റെ റസൂൽ ദീനുള്ള പെണ്ണിനെ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞതിന്റെ താല്പര്യം അത്താഅതു ലില്ലാഹ്, അല്ലാഹുവിന് വഴിപ്പെട്ടു ജീവിക്കുന്ന പെണ്ണാകണോ. വൽ അമാലു സാലിഹാത്ത്, നല്ല സാലിഹായ അമലുകൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പെണ്ണാകണം. വൽ ഇഫ്ഫത്തു അനിൽ മുഹറമാത്, ഹറാമുകളിൽ നിന്ന് ചരിത്ര ശുദ്ധി നേടിയവളായിരിക്കണം. ദീനുള്ള പെണ്ണിനെ തിരഞ്ഞെടുക്കണമെന്ന് റസൂലുള്ള പറഞ്ഞതിന്റെ താല്പര്യം എന്താണെന്ന് ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാം ഖതീബ് ശർബീനി തങ്ങൾ വിശദീകരിച്ചതാണ്. അനുസരണ, അല്ലാഹുവിനോട് അനുസരണ, ഭർത്താവിനോട് അനുസരണ. ഹറാമായ കാര്യങ്ങളിൽ നിന്നൊക്കെ ചാരിത്ര ശുദ്ധി നേടിയവളാകണം. അല്ലാഹു തൗഫീഖാക്കട്ടെ, അല്ലാഹു തൗഫീഖാക്കട്ടെ. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ ഓതിയ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് എന്താണ്? അല്ലാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യണം. പടച്ച റബ്ബേ, എന്റെ ഭാര്യയിൽ എന്റെ മക്കളിൽ ഈ കണ്ണിന് കുളിർമ തരണമല്ലാഹ്. ഈ ആയത്ത് പഠിച്ചേക്കണോ? ഇത് ദുആയാണ്, പഠിച്ചു വെക്കണം. അല്ലാഹു തൗഫീഖാക്കട്ടെ. ഒരിക്കൽ മഹാനായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു വിളിച്ചു, യാ മുആദ്. പണ്ഡിതനായ മുആദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി ഒരിക്കൽ വിളിച്ചു, യാ മുആദ്, നിനക്ക് ദുനിയാവിൽ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ നിധി ഏതെന്നറിയോ? റബ്ബ് തആല നിനക്ക് ദുനിയാവിൽ തരുന്ന ഏറ്റവും വലിയ നിധി ഏതെന്നറിയോ? ഏറ്റവും വലിയ സൗഭാഗ്യം, അല്ലാഹു നിനക്ക് തരുന്ന സൗഭാഗ്യങ്ങൾ ഏതൊക്കെയാണെന്നറിയുമോ മുആദ്? ഒന്ന് ഖൽബുൻ ശാകിറൂ, എപ്പോഴും അല്ലാഹുവിന് നന്ദിയുള്ള ഒരു ഖൽബുണ്ടാകലാണെന്ന് മുഹമ്മദ് മുസ്തഫ. റബ്ബിനോട് അവൻ ചെയ്തിരുന്ന അനുഗ്രഹങ്ങളുടെ പേരിൽ എപ്പോഴും നന്ദിയുള്ള ഒരു ഖൽബുണ്ടാകൽ വലിയ അത് നിധിയാണെന്ന് മുഹമ്മദ് റസൂൽ. എല്ലാവർക്കും കിട്ടൂല. മറ്റൊന്ന് വലിസാനൻ ദാക്കിറുൻ, അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന നാവുണ്ടാകലാണ്. അല്ലാഹുവിനെ എപ്പോഴും ദിക്ർ ചൊല്ലുന്ന ഒരു നാവ് നിനക്കുണ്ടാകലാണ്. ഇനി കേട്ടോ,
وزوجة صالحة تعينك على أمر دنياك ودينك خير مقتنز الناس. മൂന്നാമത് അല്ലാഹു ദുനിയാവിൽ നിനക്ക് തരുന്ന നിധികളിൽ വെച്ച് ഏറ്റവും വലിയ നിധി സ്വാലിഹത്തായ സബൃദ്ധയായ ഒരു പെണ്ണു നിന്റെ ജീവിതത്തിൽ വരലാ. കൈവയ്ക്കുന്ന അഞ്ചത്തിൽ ചിന്തിക്കാം, എന്റെ ഭാര്യയെ കൊണ്ട് എനിക്ക് സമാധാനം കിട്ടുന്നുണ്ടോ? എന്റെ ഭാര്യയെ കാണുമ്പോൾ എന്റെ കണ്ണിന് കുളിർമ ലഭിക്കുന്നുണ്ടോ? അല്ലാഹു തൗഫീഖാക്കട്ടെ. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ശക്തിയില്ലല്ലോ ഭാര്യമാരോട് പണക്കമുണ്ടോ? നമുക്ക് വെച്ച് വിളമ്പിൽ തരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവളുമാനല്ലേ? സുബ്ഹാനല്ലാഹ്, എത്ര കൊടുത്താൽ മതിയാവും? ചിന്തിച്ചിട്ടുണ്ടോ? അവർ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നതിന് ശേഷം നമുക്കും നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി അധ്വാനിച്ച ആ അധ്വാനം ഒന്ന് കണക്ക് കൂട്ടിയാൽ കോടിക്കണക്കിന് രൂപ ശമ്പളം കൊടുത്താൽ പോലും ഒരാളെ നമുക്ക് അതുപോലെ കിട്ടൂല. കിട്ടോ? ഇല്ല. അല്ലാഹുവേ, പ്രിയപ്പെട്ട ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ ആരോഗ്യം ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. സയ്യിദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അയ്യുൻ നിസാഇ ഖൈറു യാ റസൂലല്ലാഹ്. ഒരാൾ ഒരിക്കൽ റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്നിട്ട് ചോദിച്ചു. സഹാബത്തിൽ ഒരുപാട് ഒരാൾ ഓടി വന്നിട്ട് ചോദിക്കാണ്, അയ്യുൻ നിസാഇ ഖൈറു യാ റസൂലല്ലാഹ്. സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഉത്തമയായ പെണ്ണ്, സ്ത്രീ വർഗത്തിൽ സ്ത്രീകളുടെ കൂട്ടത്തിൽ നല്ല ഏറ്റവും വലിയ ഖൈറായ സ്ത്രീ പെണ്ണാരാണ് നബിയേ? മുത്തുനബി മറുപടി കൊടുത്തു, അല്ലത്തി തസുറുഹു ഇദാ നദറ വതുതിഉഹു ഇദാ അമറ വലാ തുഖാലിബുഹു ഫീ നഫ്സിഹാ ولا مالها بما يكرهون بمحمد مصطفى. ഇതുണ്ടോന്ന് നമ്മൾ ചിന്തിക്കുക, ഇല്ലെങ്കിൽ ആക്കിയെടുക്കുക. അതൊരു പെണ്ണാ. എങ്ങനത്തെ പെണ്ണാ? അല്ലത്തി തസുറുഹു ഇദാ നദറ. പെണ്ണിലേക്ക്, ആ ഭാര്യയിലേക്ക് നീ നോക്കിയാൽ നിന്റെ മനം കുളിർക്കോ, നിന്റെ കൽബ് സന്തോഷിക്കോ. ആ പെണ്ണിനെ കണ്ടാലും മതി, വീട്ടിൽ നിന്ന് പോയാൽ പെട്ടെന്ന് വീട്ടിലെത്തണത്തിന് ഭാര്യ മക്കളെ കാണാനാണ്. അതാണ് കണ്ണിന്റെ കുളിർമ. റസൂൽ പറയുന്നു, ഏറ്റവും വലിയ ഖൈറായ പെണ്ണ് ഇദാ നദറ അല്ലതി തസുറുഹു ഇദാ നദറ. ആ പെണ്ണിനെ നീ കണ്ടാൽ തന്നെ നിനക്ക് സന്തോഷമുണ്ടാകും. വതുതിഉഹു ഇദാ അമറ. നീ നിന്റെ ഭാര്യയോടൊരു കാര്യം പറഞ്ഞാൽ മറുത്തൊന്നു പറയൂല, തറുതല പറയൂല. എന്തിനാ അങ്ങനെ? അതുപോണോ ഇതുപോണോ മറുത്തു ചോദിക്കൂല. നീ ഒരു കാര്യം പറഞ്ഞാൽ അത് നിനക്ക് വഴിപ്പെടും, അനുസരിക്കോ. വലാ തുഖാലിബുഹു ഫീ നഫ്സിഹാ വലാ മാലിഹാ. അവളുടെ ശരീരത്തിലോ ഭർത്താവിന്റെ സമ്പത്തിലോ ഭർത്താവ് വെറുക്കുന്ന കാര്യങ്ങൾ ചെയ്യാത്ത പെണ്ണാ. അവളുടെ ശരീരത്തിലും സമ്പത്തിലും ഭർത്താവ് വെറുക്കുന്നവൾ ചെയ്യില്ല. ശരീരത്തിൽ ഭർത്താവ് വെറുക്കാന്ന് പറഞ്ഞാൽ സമകാലിക വർത്തമാന ലോകത്ത് എത്ര പെണ്ണുങ്ങളാണ് ഭർത്താക്കന്മാരെ വഞ്ചിച്ചടങ്ങി പോകുന്നത്? എത്ര പെണ്ണുങ്ങളാണ് ഭർത്താവിന്റെ കിടപ്പറയിൽ അന്യ പുരുഷന്മാരെ വിളിച്ചു വരുത്തുന്നത്? എത്ര പെണ്ണുങ്ങളാണ് മോശമായി ജീവിക്കുന്നത്? വിദേശ രാജ്യത്തു നിന്ന് ഭർത്താവ് രക്തം വിയർപ്പാക്കി ഉണ്ടാക്കുന്ന പണം നാട്ടിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ ആ പണം കൊണ്ട് അന്യപുരുഷന്മാരുമായി കറങ്ങി നടക്കുന്ന പെണ്ണുങ്ങളില്ലേ? ഈ മൊബൈൽ സംവിധാനം വന്നതോടുകൂടി ഹറാമിന്റെ കൂത്തരംഗങ്ങളായില്ലേ? ഏത് സമയത്തും എപ്പോഴും തന്റെ പ്രിയപ്പെട്ട കാമുകനെ വിളിച്ചു വരുത്താനും ഹറാമുകൾ ചെയ്യാനും ഒരു തടസ്സമില്ലാത്ത ലോകമായി നമ്മുടെ ലോകം മാറിപ്പോയില്ലേ സഹോദരങ്ങളെ?
നബിതങ്ങൾ പറയുന്നു, നിന്റെ ഭർത്താവിന്റെ സമ്പത്തിനെ അവൾ സൂക്ഷിക്കുന്നവൾ കൂടിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. എത്ര കുടുംബങ്ങൾ ശിഥിലമായി പോയിട്ടുണ്ട്. വിദേശത്തുനിന്ന് ഭർത്താവ് അയക്കുന്ന പണത്തിന് കണക്കില്ല. നാട്ടില് ഭർത്താവ് 2 കൊല്ലം കഴിഞ്ഞ് വരുമ്പോ ചെറുതായി നീ ആ പൈസ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ അതിനൊരു കണക്കുമില്ല. എത്ര കുടുംബങ്ങൾ അതിന്റെ പേരിൽ ശിഥിലമായി പോയിട്ടുണ്ട്. ഇവൾ അന്യപുരുഷന്മാരുമായി കറങ്ങാൻ ചിലവഴിച്ചു, മറ്റു പല കാര്യങ്ങൾക്കും അവൾ ചിലവഴിച്ചു അല്ലേ? അതുകൊണ്ടാണ് നബി തങ്ങളോടൊരു സഹാബി വന്ന് ചോദിച്ചു, ഏത് പെണ്ണാണ് ഏറ്റവും ബഹുമാനമുള്ള ഖൈറായ പെണ്ണ്? നബി തങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്, നീ ഒന്ന് നോക്കിയാൽ, നീ ആ പെണ്ണിലേക്കൊന്ന് നോക്കിയാൽ നിന്റെ മനം കുളിർക്കുമടോ, നീ ഒരു കാര്യം പറഞ്ഞാൽ അതനുസരിക്കുമടോ. അവളുടെ ശരീരത്തിലോ ഭർത്താവിന്റെ സമ്പത്തിലോ യാതൊരു വിധമായ ഹറാമുകളും കാട്ടിക്കൂട്ടൂല, അനിസ്ലാമികതകൾ കൊണ്ടുവരൂല്ല. അങ്ങനത്തെ പെണ്ണാണ് മോനെ ഏറ്റവും നല്ല ഖൈറായ പെണ്ണെന്ന് മുഹമ്മദ് മുസ്തഫ. ആമീൻ പറയാം. ഈ സമയം പ്രാർത്ഥന കിതാബത്തുള്ള സമയമല്ലേ? ഇവിടെ ഭാര്യമാർക്ക് വേണ്ടിയത് അള്ളാഹു കണ്ണിന് കുളിർമയില്ല നല്ല ഭാര്യമാരാക്കി അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. എന്തെങ്കിലും പ്രവൃത്തി നിമിഷങ്ങൾ അവരിലുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നല്ല സൽസ്വഭാവികളാകട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. അപ്പൊ യഥാർത്ഥ സ്വാലിഹത്തായ പെണ്ണാണോ നോക്കിയാൽ മതി, മനം കുളിർക്കും, കണ്ണിന് കുളിർമയുണ്ടാകും. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുല്ലാഹ് സയ്യിദുന അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ലോകത്തെ ഏറ്റവും വലിയ മാതൃകാ ദമ്പതിമാരിൽ ഏറ്റവും വലിയ 2 നേതാക്കളാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ സയ്യിദത്തുനാ ബീബി ഖദീജ. അതിനോളം മാതൃകാ ദമ്പതികൾ ദുനിയാവിൽ വേറെയില്ല. ഉണ്ടോ? കേൾക്കണേ നിങ്ങള്. സയ്യിദുന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനും അനസ് ബിൻ മാലിക്കും അതുപോലെ കുറച്ച് സ്വഹാബത്തും ഇങ്ങനെ നിൽക്കുമ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. കാരണോ വീട്ടിൽ എന്റെ ഖദീജ ഒറ്റയ്ക്കാണ്. ഖദീജയുടെ അടുത്തേക്ക് ഞാൻ പോവുകയാണ്. ഖദീജയുടെ അടുത്തേക്ക് ഞാൻ ഇതാ പോവുകയാണ്. ഖദീജ ബീവി എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വീട്ടിലേക്ക്, തന്റെ ഭാര്യയുടെ അടുത്തേക്ക് റസൂലുള്ളാഹി പോണെന്ന് പറഞ്ഞപ്പോ അലിയാർ തങ്ങൾ എന്ത് ചെയ്തു? അലിയാർ തങ്ങളുടെ വീട്ടിൽ സഹായിയായി വരാറുള്ള നഅബത്ത് എന്ന ഒരു സഹായിയായി വരുന്ന സ്ത്രീയെ വിളിച്ചു. പഠിക്കാൻ സ്ത്രീയെ വിളിച്ചിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി വീട്ടിലേക്കാണ് പോയിട്ടുള്ളത്, ഭാര്യയുടെ അടുത്ത് ഖദീജയുടെ വീട് അടുത്തേക്കാണ് പോകുന്നത് പറയുന്നത്. ഒരു കാര്യം ചെയ്യും നഅബ, നീ ഒന്നും പറഞ്ഞു പോയിട്ട് അവിടെ നടക്കുന്ന സ്ഥിതിഗതികൾ എന്താണ് എന്ന് ഒന്ന് പറയണേ നഅബ. നഅബ പോയി. നഅബ അലിയാർ തങ്ങളോട് പിന്നീട് വന്നിട്ട് പറഞ്ഞതാണ്, മുത്തായ നബി തങ്ങൾ ഖദീജയുടെ വീടുകളിൽ വന്നു, വാതിലിന് മുട്ടുന്നു. فخرجت إلى الباب. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വാതിൽക്കൽ വന്ന് കതക് തുറക്കുന്നു. ഖദീജ ബീവി എന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ വയസ്സ് എത്രയെന്നറിയോ? 65 വയസ്സോളം എത്തുന്ന പടുവൃദ്ധയാണ്. മുത്തുനബിയോ 50ഓളം വയസ്സെത്തുന്ന മധ്യവയസ്കനാണ്. അവിടെ നിന്ന് പഠിക്കാനാ സഹോദരാ. നഅബത്ത് റളിയല്ലാഹു അൻഹ പറയാണ്, ഖദീജ ബീവി വന്ന് വാതിൽ തുറക്കുന്നു. അഖദതു ബിയദിഹി റസൂലുള്ളാഹിന്റെ മുബാറക്കായ ആരംഭപ്പൂവായ മുത്തുനബിയുടെ കയ്യിൽ ഖദീജ ബീവി പിടിക്കുന്നു. 65 വയസ്സുള്ള വൃദ്ധയായ ചെറുപ്പക്കാരിയല്ല,
65 വയസ്സോളം വരുന്ന വൃദ്ധയായ ഖദീജ ബീവി റസൂലുള്ളാഹിന്റെ കയ്യിൽ പിടിച്ചു. എന്നിട്ടോ വളമ്മത്ഹാ ഇലാ സരിഹാ വനഹരിഹാ. 65 വയസ്സെത്തുന്ന ഖദീജ ബീവി 50 വയസ്സെത്തിയ മുത്തുനബിയതാ രാവിലെ പോയ മുത്തുനബിയാണ്. കുറച്ചു സമയം മുമ്പ് പോയ മുത്തുനബിയാണ്. കാണാതിരുന്ന് കണ്ട മുത്തുനബിയല്ല. റസൂലുള്ളാഹിന്റെ കൈ മുബാറക്കായ കൈ കവർന്നു പിടിച്ചു. റസൂലുള്ളാഹിനെ ഖദീജ ബീവിയുടെ മാറിടത്തിലേക്ക് ചേർത്തു വെച്ചു. ഖദീജ ബീവിയുടെ മാറിടത്തിലേക്ക് റസൂലുള്ളാഹിനെ അണച്ചു വെച്ചു. നഅ്ബ വന്നിട്ട് കല്യാണങ്ങളോട് പറഞ്ഞു, വല്ലാത്ത മാതൃകാ ദമ്പതികൾ തന്നെ. പറ്റുമോ സഹോദര, നമുക്ക് പറ്റുമോ? നമുക്ക് നാണക്കേടാണ്. വീട്ടിലെത്തിയാൽ മക്കള് കാണോ, ചെറുമക്കള് കാണോ, എന്റെ ഭാര്യക്ക് സലാം പറയാറുണ്ടോ, ഭാര്യയുടെ കൈ പിടിക്കാറുണ്ടോ, ഭാര്യയൊന്ന് ചേർത്ത് വെക്കാറുണ്ടോ? വെക്കണം. ആരും കാണുന്നു എന്നത് പ്രശ്നമല്ല. മക്കള് കാണട്ടെ, കൊച്ചുമക്കള് കാണട്ടെ, അവര് പഠിക്കട്ടെ. അവര് പഠിക്കാൻ വേണ്ടിയെങ്കിലോ സഹോദരങ്ങളെ ഈ രീതിയിൽ നമ്മൾ നമ്മുടെ ഭാര്യമാരോട് സ്നേഹത്തോടെ വർദ്ധിച്ചാൽ അത് നമ്മുടെ കണ്ണിന് കുളിരായി മാറുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതാണ് ജീവിതം. അല്ലാഹു തൗഫീഖാക്കട്ടെ. നമ്മുടെ ഭാര്യമാർക്കും അല്ലാഹു ജല്ല ജലാലുഹു ഈ രീതിയിൽ പരസ്പര സ്നേഹബന്ധത്തോടെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഭാര്യ തൊട്ടടുത്തിരുന്നു ഭക്ഷണം കഴിക്കുമ്പോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണ വലിയ വർക്കത്തടന്ന് പറ്റുമോ? പറ്റുമോ? ഭാര്യ വേറെ, ഭർത്താവ് വേറെ, മക്കൾ വേറെ അല്ലെ? അതോടെ വർക്കത്ത് പോയി. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ മക്കളും കൊച്ചുമക്കളും ഒക്കെ കാണാൻ തന്നെ നീ നിന്റെ ഭാര്യയുടെ തൊള്ളയിൽ വായിലേക്ക് ഒരു ഭക്ഷണം വെച്ചു കൊടുക്കൂ. മുഹമ്മദ് മുസ്തഫ നബി തങ്ങളത് കാണിച്ചു തന്നതാണ്. ഇന്ന ഫിൽ ലുഖ്മത്തില്ലതി തർഫഉഹാ ഇലാ ഫിംറഅത്തിൻ സദഖ. പൈസ ദാനം കൊടുക്കൽ മാത്രമല്ലടോ സദഖ. പൈസ കൊടുക്കൽ, പാവങ്ങൾക്ക് പൈസ കൊടുക്കൽ മാത്രമാണോ സദഖ? അല്ല. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അടുത്ത് നീ ഭക്ഷണം കഴിക്കുമ്പോ നിന്റെ ഭാര്യ എടുത്ത് വിളിച്ചിട്ട് ആ ഭാര്യയുടെ വായിലേക്ക് ഒരു ഭക്ഷണം സ്നേഹത്തിൽ ചാലിച്ച് നീ വെച്ചു കൊടുത്താൽ അത് ഏറ്റവും വലിയ സദഖയാണെന്ന് മുഹമ്മദ് മുസ്തഫ. പരസ്പരം താങ്ങും തണലുമാകണം, സാന്ത്വനമാകണം, സമാധാനമാകണം. ഭാര്യ ഭർത്താവിന് സ്വാന്തനമാകണം, സമാധാനമാകണം. ഭർത്താവ് ഭാര്യയ്ക്ക് സ്വാന്തനമാകണം, സമാധാനമാകണം. സാറ് ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വരും, പല ബുദ്ധിമുട്ടുകൾ വരും, പല പരീക്ഷണങ്ങൾ വരും. ഒക്കെ താങ്ങാൻ, പരസ്പരം സഹായിക്കാൻ, പരസ്പരം താങ്ങും തണലുമായി ഓർമ്മിക്കാൻ കഴിയണം. അപ്പോഴാണ് യഥാർത്ഥ ദാമ്പത്യ ജീവിതം. അല്ലാഹു തൗഫീഖ് ആക്കി തരട്ടെ. സയ്യിദത്തുനാ ബീബി ഖദീജ റളിയല്ലാഹു അൻഹാ, ഖദീജ ബീബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി അവരുടെ ജീവിതത്തിൽ മക്കൾ എത്രയെന്നറിയോ? 4 3 7 മക്കളാണ്. അതിലെ 3 ആൺമക്കള്. മൂത്ത മകൻ പേര് ഖാസിം റളിയല്ലാഹു അൻഹു, രണ്ടാമത്തെ മകൻ അബ്ദുള്ള, മൂന്നാമത്തെ മകൻ ഇബ്രാഹിം. റസൂലുള്ളാഹിന്റെ 3 മക്കളോട് ജീവിതകാലത്ത് മരിച്ചു പോയിട്ടുണ്ട്. ഇതൊക്കെ ലോകത്തിന് പാഠമാണ്. തന്റെ സ്വന്തം മക്കൾ മരിച്ചു പോയാൽ ഒരാൾ എങ്ങനെ ആയിരിക്കണം, ഒരു വാപ്പ എങ്ങനെ ആയിരിക്കണമെന്ന് ലോകത്തിന് പഠിപ്പിക്കാൻ നോക്കൂ. നിങ്ങൾ ബഹുമാനപ്പെട്ട ഇബ്നു മാജാ തങ്ങൾ അവിടുത്തെ സുനനിൽ പറയുന്ന ഒരു സംഭവം, റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മകൻ ഖാസിം മരിച്ചു. ചെറിയ കുട്ടിയാണ്, പാല് കുടിക്കുന്ന പ്രായമാണ്. ഖദീജ ബീവിയുടെ മകനാണ്. ഖദീജ ബീവി പ്രസവിച്ച മകനാണ്. പാല് കുടിക്കുന്ന പ്രായത്തിലോ ഖാസിം റളിയല്ലാഹു അൻഹു ലോകത്തു നിന്ന് വിട പറഞ്ഞു. ഖാസിമിന്റെ ജനാസ കിടത്തിയിരിക്കുക. ഖാസിമിന്റെ ജനാസ മറമാടാനുള്ള ശ്രമത്തിലാണ്. അപ്പുറത്തൊരു തേങ്ങൽ കേട്ടു. ഖാസിമിന്റെ പ്രിയപ്പെട്ട ഉമ്മ ഖദീജയുടെ തേങ്ങലാണ്.
റസൂലുള്ളാഹി പതുക്കെ അങ്ങോട്ടൊന്നും കയറി. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ അണച്ചു പിടിച്ചിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഖാസിമിന് കൊടുക്കാനുള്ള മുലപ്പാൽ എന്റെ മാറിടത്തിൽ നിറഞ്ഞു നിൽക്കുന്നു നബിയേ. എന്റെ മകന് ഞാൻ മുലപ്പാൽ കൊടുത്തു കൊതി തീർന്നിട്ടില്ല റസൂലേ. എന്റെ മകന് കൊടുക്കാനുള്ള മുലപ്പാല് എന്റെ മാറിടത്തിൽ അതാ നിറഞ്ഞു നിൽക്കുന്നു നബിയേ. ഫലൗ കാന അല്ലാഹു അബ്ഖാഹു ഹത്താ യസ്തകിമില റദാഉഹു. മുത്തായ നബിതങ്ങളെ അല്ലാഹു ജല്ല ജലാലുഹു എന്റെ പ്രിയപ്പെട്ട മകൻ ഖാസിമിന് മുലപ്പാൽ കൊടുത്തു തീരുന്ന പ്രായം വരേക്കെങ്കിലും അല്ലാഹു അവന് ആയുസ് കൊടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോയി നബിയേ. ഏതുമ്മയാണ് ആഗ്രഹിക്കാത്തത്? ആ മുലപ്പാൽ കൊടുക്കുന്ന കാലം വരെയെങ്കിലും എന്റെ പൊന്നുമോൻ ഖാസിമിനെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അണച്ചു പിടിച്ചു നിർത്തിയ ഖദീജയോട് പറഞ്ഞു, ഖദീജ നീ പ്രയാസപ്പെടരുത്. ഇന്ന തമാമ റളാഇഹി ഫിൽ ജന്ന. നമ്മുടെ മകൻ ഖാസിമിനെ സ്വർഗ്ഗത്തിലെ മുലയൂട്ടാൻ സ്വർഗ്ഗ സ്ത്രീകൾ മത്സരിക്കുകയല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മുടെ മകൻ ഖാസിമ് ഖബറിലെത്തുന്ന നേരോ ആ മകനെ മുലയൂട്ടാൻ സ്വർഗ്ഗ സ്ത്രീകൾ മത്സരിക്കുകയല്ലേ. എങ്ങനെയാകണം ഭാര്യ ഭർത്താവിന്റെ പ്രയാസത്തിൽ ഭാര്യ എങ്ങനെയാകണോ, ഭാര്യയുടെ പ്രയാസത്തിൽ ഭർത്താവ് എങ്ങനെയാകണോ? ഇതങ്ങ് കേട്ടപ്പോൾ ഖദീജ ബീവി പറഞ്ഞു, ലൗ അഅലമു ദാലിക യാ റസൂലല്ലാഹ് ലഹബ്ബന അലൈയ അംറഹു. കാര്യം അങ്ങനെയാണെന്ന് ഞാൻ അറിഞ്ഞില്ല നബിയേ തങ്ങളെ. ഞാൻ അത് അറിഞ്ഞിരുന്നെങ്കിൽ ലഹബ്ബന അലൈയ അംറഹു, ഞാൻ ആശ്വാസം കൊള്ളുന്നവളാകുമായിരുന്നു, ഞാൻ സമാധാനമുള്ളവളാകുമായിരുന്നു. അതറിയാത്തത് കൊണ്ട് പറഞ്ഞു പോയതാണെന്ന് സയ്യിദത്തുനാ ബീബി ഖദീജ റളിയല്ലാഹു അൻഹ. ആ സമയത്ത് മുത്തുനബി ഖദീജ ബീവിയോട് പറയാണ്, ഖദീജ ഇൻ ശിഇതി ദഅഉതുല്ലാഹ തആല ഫഅസ്മഅതി സൗതഹു. നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബായ ഈ മുത്തുനബി എന്റെ മകൻ ഖാസിമിനെ നിന്റെ മുമ്പിൽ ജീവനോട് ആ മകന്റെ ഖാസിമിന്റെ ശബ്ദം നീ കേൾക്കത്തക്ക തലത്തിലോ അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് ഇപ്പോ ഞാൻ ഹയാത്താക്കി തരാം. മുഹമ്മദ് റസൂലുള്ളാഹി സുന്നത്ത് പറ്റൂലേ? അല്ലാഹു ചോദിച്ചാൽ അല്ലാഹു കൊടുക്കൂലേ? ഇൻ ശിഇതു ദഅഉതുല്ലാഹ തആല ഫഅസ്മഅതി സൗതഹു. നിനക്ക് നമ്മുടെ മകൻ ഖാസിമിന്റെ ശബ്ദം കേൾക്കണോ? ജീവൻ വേണോ? അപ്പോഴാണ് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ റസൂലല്ലാഹ്, വേണ്ട വല്ലുസദ്ദിഖുല്ലാഹ വ റസൂലഹു. അല്ലാഹുവിനെയും റസൂലിനെയും ഞാൻ വിശ്വസിക്കുന്നവളല്ലേ. സമാധാനമായി നബിയെ. ഞാൻ പറഞ്ഞു വരുന്നത് ഭാര്യ ഇങ്ങനെയാകണം, ഭർത്താവ് അങ്ങനെയാകണം, ഭാര്യ ഇങ്ങനെയാകണം. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് മുഴുവനും അല്ലാഹു ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. ഭാര്യമാർക്ക് പറഞ്ഞു കൊടുക്കണോ ഈ വഅദ്? ഭാര്യമാർക്ക് പറഞ്ഞു കൊടുക്കണോ? ഭാര്യ ഭർത്തൃ കടമകൾ പഠിപ്പിച്ചു കൊടുക്കണോ? നബി തങ്ങൾ പറഞ്ഞല്ലോ, പെണ്ണെ നിന്റെ ഭർത്താവിന്റെ മൂക്കിന്റെ ആസ്വാദനത്തിലൂടെ അവർ രോഗിയായി കിടക്കുമ്പോൾ രക്തവും ഉത്സലവും ചീഞ്ചലവും ഒലിച്ചിറങ്ങി വരികയാണ്. അത് ചെന്നിട്ട് നിന്റെ നാവ് കൊണ്ട് നീ നക്കി തുടച്ചു കൊടുത്താൽ പോലും നിന്റെ ഭർത്താവിനോടുള്ള കടമ വീടിയവളാകൂലെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖാകട്ടെ. എത്രയോ പെണ്ണുങ്ങള് ഭർത്താവിന് ഒരു ക്ഷീണം വരുമ്പോ ആ ഭർത്താവിനെ ഇട്ടെറിഞ്ഞിട്ട് പോയി എത്ര അനുഭവങ്ങളുണ്ടല്ലേ. ആപത്ത് മുസീബത്തുകൾ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ഒരു ഭാഗത്ത് കിടന്നു പോകും. ഇനി നിങ്ങളെ എനിക്ക് വേണ്ട, ജീവക്ഷമമായി കിടക്കുന്ന നിങ്ങളെ എനിക്കെന്തിനാ എന്ന് പറഞ്ഞിട്ട് പോയി എത്ര പെണ്ണുങ്ങള്, എത്ര എണ്ണം പറയാനോ. അല്ലാഹ് അതുകൊണ്ടാ പറയും, തെരഞ്ഞെടുപ്പ് നന്നാകണോ. സ്വാലിഹത്തായ പെണ്ണാണോ ഒരിക്കലും പെണ്ണു പോകൂല.
അർഹമർ ജല്ല ജലാലായ അദീമായ റബ്ബു തആല ഇതുവരെ പറഞ്ഞതും കേട്ടതും മുഴുവനും സാലിഹായ സൽക്കർമ്മമായി ഞങ്ങളിൽ നിന്ന് നീ ഖബൂൽ ചെയ്യണമേ അല്ലാഹ്.